എന്റെ റബ്ബേ, ഇന്നത്തെ ദിവസം മുതലാളിമാരുടെ സമരം വന്നത് നന്നായി. ഇന്ന് ഒരു ദിവസമെങ്കിലും എന്റെ മോൻ വീട്ടിൽ കാണുമല്ലോ. ചോറും കൂട്ടാനും ഉമ്മ മൂടി വെച്ചിട്ടുണ്ട്. വിശക്കുമ്പോ എടുത്ത് കഴിച്ചോണം. നാത്തൂന്റെ വീട്ടിൽ നിന്ന് 4 മണിക്കത്തെ ചായ കുടിയും കഴിഞ്ഞ് ഉമ്മ വരത്തുള്ളൂ കേട്ടോ. ഉമ്മ എവിടെ? അമ്മായിയുടെ വീട്ടിൽ പോയി. ഉമ്മ വരുമ്പം ഇതൊന്ന് കൊടുത്തേക്കാവോ? എന്താ ഇത്? ഇക്ക വന്നപ്പോ നല്ല വലിയൊരു മീൻ കൊണ്ടുവന്നു. അതിന്റെ തലയും 2-3 കഷ്ണവും ഇത്തിരി ചാറുമാ. മീൻകറി ഉമ്മയ്ക്കാണ്. ഉമ്മാക്ക് മാത്രമുള്ള? വേണമെങ്കിൽ പിന്നുള്ളവർക്കും. ഓ, അങ്ങനെ ഇവിടെ ആർക്കും ഓശാരമൊന്നും വേണ്ട. ഉമ്മാക്ക് കൊണ്ടുവന്നല്ലേ, അവിടെ വെച്ചിട്ട് പോയിക്കോ. ഉമ്മക്കാരോട് പറഞ്ഞ് ജയിക്കാൻ വയ്യേ വയ്യ. ഉമ്മ പോണത് ഞാൻ കണ്ടായിരുന്നു. എന്താ? മീൻ ചട്ടി അടുപ്പത്ത് വെച്ചോണ്ട് ഞാൻ കുളിക്കുന്നതിനിടയിൽ നീ എവിടെ പോയി? ഞാനിവിടെ അപ്പുറത്തുണ്ടായിരുന്നു. ഈ മീൻ ചട്ടിയില് മീന്റെ തല കാണുന്നില്ലല്ലോ. പൂച്ച കൊണ്ടുപോയോ? പട്ടി കൊണ്ടുപോയോ? പിന്നെ അപ്പുറത്തെ വീട്ടില് ഉമ്മാന്റെ അവിടെ ഉമ്മാക്ക് മീന്റെ തല വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. നേര് പറഞ്ഞു. ആർക്കാ മീൻ തല ഇഷ്ടം? ഉമ്മാക്കോ അതോ ഉമ്മാന്റെ പുന്നാറ മോനോ? പോയിക്ക കളിയാക്കാതെ. शादी की चांदनी रात आई है, झूले के संग मन झूले रे। शादी की चांदनी रात आई है, झूले के संग मन झूले रे। आज मेरी छोटी बहन की शादी की रात आ गई, आज मेरी छोटी बहन की शादी की रात आ गई। शादी है छोटी बहन की शादी है, शादी है छोटी बहन की शादी है। शादी की चांदनी रात आई है, झूले के संग मन झूले रे। മണിമാരൻ ഇന്ന് കല്യാണ മണവാളൻ, കണ്ണാൻ നിന്നെ നിക്കാഹ് ചെയ്താൽ കാണുന്നതെല്ലാം ജന്നത്ത്. മണിമാരൻ ഇന്ന് കല്യാണ മണവാളൻ.
കരളിലെ തോപ്പിൽ കാലം പോറ്റും കനിമലർ മോള് വന്നാട്ടെ കാണും വീട് ബഹറായി തീരും മായാത്ത പൂമാസം മണ്ണിൽ വന്നല്ലോ മായാത്ത പൂമാസം കൽവിൽ മധുമയ പെയ്തല്ലോ മായാത്ത പൂമാസം മണ്ണിൽ വന്നല്ലോ മായാത്ത പൂമാസം കൽവിൽ മധുമയ പെയ്തല്ലോ കനവിൻ മണിമാരൻ ദിന കല്യാണ മണവാളൻ ഇക്കേട്ട പാട്ടൊന്നും പാട്ടല്ല ഇക്കേട്ട പാട്ടൊന്നും പാട്ടല്ല ഇക്കണ്ട ചിരിയൊന്നും ചിരിയല്ല ഇക്കണ്ട ചിരിയൊന്നും ചിരിയല്ല കല്യാണ രാത്രിയിൽ കാണേത്തു മണിയറയിൽ കാണാൻ പോകുന്നു പുതുപൂർവം കല്യാണ രാത്രിയിൽ കാണേത്തു മണിയറയിൽ കാണാൻ പോകുന്നു പുതുപൂർവം തരിതം 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 മല കണ്ട് മയങ്ങിയ വണ്ടേ തരിതം 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 മല കണ്ട് മയങ്ങിയ വണ്ടേ കളിയാടി രമിക്കുക ജീവിത വനികയിൽ കൽപ്പക മലരിതിൽ വണ്ടേ കളിയാടി രമിക്കുക ജീവിത വനികയിൽ കൽപ്പക മലരിതിൽ വണ്ടേ നീ പാടി മതിക്കുക വണ്ടേ മധു തേടി നടക്കുക വണ്ടേ നീ പാടി മതിക്കുക വണ്ടേ മധു തേടി നടക്കുക വണ്ടേ മായാത്ത പൂമാസം മണ്ണിൽ വന്നല്ലോ മായാത്ത പൂമാസം കൽവിൽ മധുമഴ പെയ്തല്ലോ മായാത്ത പൂമാസം മണ്ണിൽ വന്നല്ലോ മായാത്ത പൂമാസം കൽവിൽ മധുമഴ പെയ്തല്ലോ നമ്മുടെ സഖാവിനെ ആരോ വഴിയിൽ വെച്ച് തല്ലി വീഴ്ച ഇപ്പൊ ആശുപത്രിയില ആദർശവും ന്യായവും പ്രസംഗിക്കുമ്പോ സാറിന് 100 നാക്ക്. എന്നിട്ട് ആരോടും ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ സഖാവിനെ അവന്മാരെ തല്ലിച്ചതച്ചപ്പോ അവരാരാണെന്ന് ചോദിക്കാനോ അവരെ ശിക്ഷിക്കാനോ സാറിന് എന്തുകൊണ്ട് ചുണയില്ലാതെ പോയി സാറേ? ഉമ്മറെ, നിങ്ങളുടെ ക്ഷോഭം എനിക്ക് മനസ്സിലാവും. അതിനേക്കാൾ ഏറെ ക്ഷോഭം മനസ്സിലൊതുക്കിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കുഞ്ഞുനാളിലെ മരിച്ചുപോയ അച്ഛനെ എനിക്ക് ഓർമ്മയില്ല. ആ സ്ഥാനത്ത് ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അകത്ത് മുറിവേറ്റ് കിടക്കുന്നത്. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ യൂണിഫോറത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരുന്നാലും അവരെ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നമ്മുടെ സഖാവിനെ തല്ലിച്ചതച്ചത് ആരായാലും അവരെ കണ്ടുപിടിക്കാതെ അതിന് തക്കതായ ഒരു പരിഹാരം കാണാതെ നമ്മളാരും ഇനി പണിക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല. അത് മാത്രമല്ല, നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഹർത്താൽ ആചരിച്ച് അടച്ചിട്ടിരിക്കുന്ന കടകളൊന്നും തന്നെ നമ്മൾ ഇനി തുറപ്പിക്കുന്നതല്ല. ആദ്യം ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ, എന്നിട്ടും അതിന് ചന്തയിലെ കച്ചവടം. മുതലാളി എന്താടാ കട തുറക്കണ്ട. തുറക്കാണ്ട് പിന്നെ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ അടച്ചിട്ടതല്ലേ, ഇനി എന്ത് തുറക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. എന്താ ഉമ്മറേ പറയണേ? ഈ കട മാത്രമല്ല, ബസാറിലെയും ചന്തയിലെയും ഒരു കടയും ഞങ്ങൾ തുറപ്പിക്കില്ല. ഞങ്ങളുടെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ സഖാവിനെ തല്ലിച്ചതിന് ആദ്യം ഉത്തരം പറ.
എന്നിട്ടും അതിനെ കറ തുറപ്പിക്കലും കച്ചവടമൊക്കെ. കയറിയില്ലടാ. വാ. ആ സ്റ്റാർ ഹോട്ടലിലേക്കുള്ള ഫോണായിരിക്കും. എടാ ജെയിംസേ, ചിക്കൻ റോസ്റ്റും പഴം പുഴുങ്ങിയതും വേണമായിരിക്കും. എടാ കൊണ്ടുപോയി കൊടുക്കടാ. അവന്റെ ഒരു സ്റ്റാർ ഹോട്ടലിന്റെ